നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. 1960കളിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ ഭീതിതമായ വിഷയങ്ങളിലൊന്നായിരുന്നു കുഷ്ഠരോഗം. ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, അടുത്തടുത്ത് താമസിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങൾ തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ രോഗവ്യാപനത്തിന് ആക്കം കൂട്ടി. ഈ രോഗത്തോടും രോഗികളോടുമുള്ള സമൂഹത്തിന്റെ സമീപനവും തെറ്റിദ്ധാരണ പരത്തുന്നതും ദയയില്ലാത്തതുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗികൾ ഒറ്റപ്പെട്ടു, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടു. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പലപ്പോഴും നിഷേധിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് കുഷ്ഠരോഗത്തെക്കുറിച്ച് സമൂഹത്തിനുള്ള തെറ്റിദ്ധാരണ മുൻനിർത്തി തോപ്പിൽ ഭാസി എഴുതിയ നാടകം അശ്വമേധം KPSC കേരളത്തിൽ വിവിധ വേദികളിൽ എത്തിച്ചത്. കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തയായ ഒരു യുവതിക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടുന്ന തിരസ്കരണമായിരുന്നു പ്രമേയം. ജനതയ്ക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അതേ തുടർന്നാണ് 1967 സൂപ്രിയ പിക്ചേഴ്സിന്റെ ബാനറിൽ അശ്വമേധം സിനിമ നിർമ്മിക്കാൻ ഹരി പോത്തൻ തയ്യാറായത്. A. വിൻസെന്റ് ആയിരുന്നു സംവിധായകൻ. കേന്ദ്ര കഥാപാത്രമായ സരോജത്തെ അവതരിപ്പിച്ചത് ഷീലയായിരുന്നു. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താനൊരു കുഷ്ഠരോഗബാധിതയാണെന്നറിയുന്ന സരോജ അവളുടെ എല്ലാ പ്രതീക്ഷകൾക്കും ജീവിതാഭിലാഷങ്ങൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തുന്നതായിരുന്നു അത്. പിന്നീട് ചികിത്സയിലൂടെ അവൾ സുഖം പ്രാപിച്ചു. എന്നാൽ ലെപ്രസി സാനിറ്റോറിയത്തിൽ നിന്ന് മടങ്ങിയെത്തിയ അവളെ രോഗമുക്തയാണെന്ന് അംഗീകരിക്കാൻ സമൂഹമോ കുടുംബമോ തയ്യാറായില്ല. മുമ്പ് വിവാഹം തീരുമാനിച്ചിരുന്ന കാമുകന്റെ അടുത്തേക്ക് അവൾ എത്തി. എന്നാൽ അയാളും അവളുടെ രോഗം ഭേദമാകാത്തതാണെന്ന് സംശയിക്കുന്നു. അതോടെ അവൾ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്തേക്ക് ലെപ്രസി സാനിറ്റോറിയത്തിലേക്ക് മടങ്ങുകയാണ്. ആ സാനിറ്റോറിയത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക എന്നതായിരുന്നു അവളുടെ തീരുമാനം. നായികയുടെ പോരാട്ടവും അവൾ നേരിടുന്ന പ്രതിസന്ധിയുമെല്ലാം ഫലപ്രദമായി അവതരിപ്പിക്കാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. സമൂഹം അകറ്റി നിർത്തിയ സരോജത്തിനും കുഷ്ഠരോഗികൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഡോക്ടർ തോമസായി മികച്ച പ്രകടനമാണ് സത്യൻ കാഴ്ചവെച്ചത്. സരോജത്തിന്റെ കാമുകൻ മോഹന്റെ വേഷം പ്രേംനസീറും ഭംഗിയാക്കി. മധു, PJ ആന്റണി, അടൂർ ഭാസി, തോപ്പിൽ കൃഷ്ണപിള്ള, കാമ്പിശ്ശേരി കരുണാകരൻ, സുകുമാരി, TR ഓമന തുടങ്ങിയവരായിരുന്നു. അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയമായിരുന്നു പ്രധാന ലൊക്കേഷൻ. വയലാർ ദേവരാജൻ ടീമിൻ്റെതായിരുന്നു ഗാനങ്ങൾ. P. സുശീല പാടിയ മെലഡി 7 സുന്ദര രാത്രികൾ. അതുപോലെ ഉദയഗിരി ചുവന്നു യേശുദാസ് ആലപിച്ച തത്വചിന്താപരമായ ഗാനം ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം. B. വസന്ത പാടിയ പുള്ളുവൻ പാട്ട്, തേക്കുംകൂർ അടിയാത്തി തുടങ്ങിയ ഗാനങ്ങളെല്ലാം വൻ ഹിറ്റുകളായി. മുൻവിധികൾക്കെതിരെയുള്ള പോരാട്ടവും സഹാനുഭൂതിയുടെ പ്രാധാന്യവും പറയുന്ന കാലാതീതമായ പ്രമേയം നാടകത്തേക്കാൾ വലിയ വിജയമായി മാറി അശ്വമേധം വെള്ളിത്തിരയിലെത്തിയപ്പോൾ. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.